എല്ലാവർക്കും നമസ്കാരം. പച്ചവെളിച്ചം ഇപ്പോൾ കന്യാകുമാരിയിലാണുള്ളത്. കന്യാകുമാരിയെക്കുറിച്ച് അറിയാത്തവരല്ല നമ്മൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എന്ന ഒരു ചൊല്ല് തന്നെയുണ്ട്. അതുപോലെ തന്നെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്നതും. അതുകൊണ്ട് മൂന്ന് പ്രധാനപ്പെട്ട സമുദ്രങ്ങളുടെ സംഗമ സ്ഥാനമാണ് കന്യാകുമാരി. ഇന്ത്യൻ മഹാസമുദ്രം, ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ എന്നീ മൂന്ന് പ്രധാനപ്പെട്ട നമ്മുടെ സമുദ്രങ്ങൾ സംഗമിക്കുന്ന ഇടം എന്നുള്ള രീതിയിലും ഏറെ പ്രാധാന്യമുള്ള സ്ഥലമാണ് കന്യാകുമാരി. കന്യാകുമാരിയിലെ സൂര്യോദയം അതുപോലെ തന്നെ സൂര്യാസ്തമയം ഏറെ ശ്രദ്ധേയമാണ്. അത് ശ്രദ്ധേയമെന്ന് പറയുന്നതിന് ഈ മൂന്ന് സമുദ്രങ്ങളുടെ സംഗമ ഭൂമി എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഇവിടെ വിവേകാനന്ദ പാറയുണ്ട്, തിരുവള്ളൂർ പ്രതിമയുണ്ട്. പ്രേക്ഷകർക്ക് കാണാം, വിവേകാനന്ദ പാറയാണ് ആ കാണുന്നത്. അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ളതാണ് തിരുവള്ളൂർ പ്രതിമ. ആ അർത്ഥത്തിലും അതുപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രം വളരെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. ഈ സ്ഥലത്ത് തന്നെ ഒരു കിലോമീറ്ററിനുള്ളിൽ തന്നെ നിരവധി ആരാധനാലയങ്ങളുണ്ട്. ഹിന്ദുക്കളുടെ, ക്രിസ്ത്യാനികളുടെ, മുസ്ലിങ്ങളുടെ, അങ്ങനെ പല അർത്ഥത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ സൂര്യോദയം കാണുന്നതിന് വേണ്ടിയിട്ട് നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടെ മഴക്കാറുണ്ട്, അതുപോലെ തന്നെ ചാറ്റൽ മഴയുണ്ട്. രാവിലെ നല്ല മഴയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഉള്ള സൂര്യോദയം ഇപ്പം സാധാരണഗതിയിൽ ഒരു 6-6 കാലമണി ആകുമ്പോൾ ഇവിടുന്ന് സൂര്യോദയം കാണാൻ വേണ്ടി പറ്റുന്നൊരു സാഹചര്യമാണുള്ളത്. പക്ഷെ ഇപ്പോഴും ഇതുവരെ സൂര്യൻ ജ്വലിച്ച് വന്നിട്ടില്ല എന്ന ഒരു കാര്യവും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ്. കാണുക നിങ്ങൾ, ഇതാണ് പിന്നെ നമ്മുടെ കന്യാകുമാരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത് സൂര്യോദയവും സൂര്യാസ്തമയവും അതുപോലെ തന്നെ വിവേകാനന്ദ പാറയും തിരുവള്ളൂർ പ്രതിമയും ഇവിടുത്തെ ക്ഷേത്രമൊക്കെയാണ്. ആ കാഴ്ചകൾ, കന്യാകുമാരിയിൽ വന്നിട്ടുള്ള ആ കാഴ്ചകൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുക എന്ന ഉദ്ദേശമാണ് ഇവിടെയുള്ളത്. കാഴ്ചകളിലേക്ക് அடிப்பட்டியா சரியா? ஓகே அப்பா, ஓகே அப்பா, ஓகே ஓகே சொல்றா. அதை பார்த்துட்டு சாமி, அதுதான் போட்டோம். ஓகேவா? Bye.
சரி சரி ஒன்று தான் கடலைக்கு அங்கே போக அதெல்லாம் போயிடல நெஞ்ச போயிடும். முச்சி போய் அங்கே போய் குடிச்சுடுவாங்க. சாமி பாலம் பாலம் இப்போ எங்கே சாமி சாமி காந்தி மண்டபம் அதுதான் போட்டோ எடுக்கணும். தமிழ்நாடு டிஜிட்டல் सामने देखना
ഇന്ന് പ്രിയ പ്രേക്ഷകരെ, ഇന്ന് സൂര്യോദയം ഇതുവരെ അനുഭവിക്കപ്പെട്ടിട്ടില്ല ഇവിടെ. കാരണം മഴച്ചാറുണ്ട്, മഴയുണ്ട്. അതുപോലെ തന്നെ അത് കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ പിന്നെ തിരുവള്ളൂർ പ്രതിമയും വിവേകാനന്ദ പാറയും അവര് വളരെ അടുത്തുനിന്ന് തന്നെ കണ്ടു. അതുപോലെ തന്നെ പിന്നെ ഈ പ്രദേശം ഏറെ പ്രാധാന്യമുള്ള പ്രദേശമെന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് 3 സമുദ്രങ്ങളുടെ സംഗമ ഭൂമിയാണ് ആ അർത്ഥത്തില്. പിന്നെ കന്യാകുമാരി നമ്മുടെ ഇന്ത്യയുടെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ്. കന്യാകുമാരി നമ്മുടെ തമിഴ്നാടിന്റെ ഭാഗമാണ്. കേരളത്തോട് ഏറെ അടുത്തു നിൽക്കുന്ന പ്രദേശം എന്നുള്ള രീതിയിൽ ഏറെ പ്രാധാന്യമുണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം കന്യാകുമാരിക്ക്. ഇവിടെ ഒരുപാട് ആളുകൾ രാവിലെ തന്നെ സൂര്യോദയം കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ ക്ഷേത്രമുണ്ട്, പള്ളിയുണ്ട്, അങ്ങനെ ഒരുപാട് ആരാധനാലയങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇതൊരു തീരപ്രദേശം എന്നുള്ള രീതിയിൽ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപജീവന മാർഗം മത്സ്യബന്ധനമാണ്. അതുകൊണ്ട് മീനും ഒക്കെ പിടിക്കാനുള്ള വലയൊക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട്. ആ അർത്ഥത്തിലും ഏറെ പ്രാധാന്യമുള്ള ഇവിടെ മീൻ പിന്നെ ഇവിടുന്ന് പിടിച്ചു കൊണ്ടുവന്നിട്ട് ബോട്ടിൽ നിന്നൊക്കെ പിന്നെ കരയിൽ കൊണ്ടുവന്ന് ലേലം വിളിക്കുന്ന കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രത്യേകതയുള്ള മനുഷ്യരുടെ കണ്ണിന് അത് പിന്നെ ഇമ്പമാർന്ന കാഴ്ചകളും അതുപോലെ തന്നെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പിന്നെ മത്സ്യബന്ധനവും ഒക്കെ ഏറെ പ്രക്ഷുബ്ധമാണ് ഇവിടുത്തെ കടൽ എന്നൊക്കെ അറിയാം. നമ്മൾക്ക് സുനാമി കാലഘട്ടത്തിൽ ഇതൊക്കെ വലിയ നാശനഷ്ടമുണ്ടായ പ്രദേശം എന്നുള്ള രീതിയിലും ഏറെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കടൽ എപ്പോഴും നമ്മളെ മോഹിപ്പിക്കുന്നതാണ്. പ്രത്യേകിച്ചിട്ട് 3 കടലുകളുടെ സംഗമ ഭൂമി എന്നുള്ള രീതിയിൽ ഈ ഒരു കാഴ്ച ഏറെ സുന്ദരമാണ്, ശ്രദ്ധേയമാണ് എന്നാണ് പറയാനുള്ളത്. ഈ കാഴ്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരു തീർത്ഥാടന പാതയിലൂടെ യാത്രയുടെ ഭാഗമായിട്ടാണ് പച്ചവെളിച്ചം മകരമുള്ളിച്ചിട്ട് ഇവിടെ എത്തിയിട്ടുള്ളത്. ദേവ, ഇതാണ് പച്ചവെളിച്ചത്തിന്റെ മകൻ ദേവദത്ത്. ഹായ് പറ, ഹായ് പറ. Por